ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. അത് എഴുതിയിരിക്കുന്നത് ആരാണ്? ലിയാമോ ഫ്ലെഹർട്ടി. അപ്പോൾ ഈ ചാപ്റ്ററിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൈൻ ബൈ ലൈൻ ആയിട്ട് ടെക്സ്റ്റ് വായിക്കുക, ഒപ്പം നന്നായി 2-3 ടൈംസ് വായിക്കുക. പിന്നെ ഇതിൻ്റെ ഒപ്പം ചെയ്യേണ്ടത് ഒരു റിവ്യൂ ഞാൻ ഇപ്പോൾ ഈ ക്ലാസ്സിൽ പറയും. അപ്പോൾ ഈ റിവ്യൂ എന്താ ചെയ്യുക, പഠിക്കുക. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഇതുവഴി നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ഒപ്പം നിങ്ങൾ 1-2 തവണ വായിച്ച് നോക്കിയാൽ അതും ഓർമ്മ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിൽ ഈ ചാപ്റ്ററിൽ നിന്ന് എന്ത് ചോദിച്ചാലും എഴുതാൻ പറ്റും. അപ്പോൾ കുറച്ച് പോയിൻറ്റ്സ് നമ്മൾ എന്തായാലും കാണാതെ പഠിക്കണം. അതാണ് ഈ റിവ്യൂയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് അത് ആരതാണ്? റിട്ടൺ ബൈ ലിയാമോ ഫ്ലെഹർട്ടി. ഇറ്റ് ഈസ് ആൻ ഇൻസ്പയറിംഗ് ആൻഡ് ഇമോഷണൽ സ്റ്റോറി എബൌട്ട് ഓവർകമ്മിങ് ഫിയർ. അപ്പോൾ ഇതൊരു ഇൻസ്പയറിംഗ് സ്റ്റോറിയാണ്, അതുപോലെ തന്നെ അതൊരു ഇമോഷണലുമാണ്. ഇതെന്തിനെക്കുറിച്ചാണ്? എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പേടി മറികടക്കാം? ഓവർകമ്മിങ് ഫിയർ. ഇറ്റ് നെറേറ്റ്സ് ദ സ്ട്രഗിൾ ഓഫ് എ യങ് സീഗിൾ. ഇതൊരു യങ് സീഗിളിൻ്റെ കഥയാണ്. ഈ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു യങ് സീഗിൾ ഉണ്ടായിരുന്നു. അവരൊരു ക്ലിഫിലായിരുന്നു എല്ലാവരും താമസിച്ചിരുന്നത്. അച്ഛൻ സീഗിളും അമ്മ സീഗിളും പിന്നെ അവൻ്റെ ബ്രദറും സിസ്റ്ററും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ ഒപ്പം ജനിച്ചവരാണെങ്കിലും അവരൊക്കെ പറക്കാൻ പഠിച്ച്. പക്ഷെ ഒരു സീഗിൾ മാത്രം എന്ത് ചെയ്യുക, അതിന് പേടിയായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. അത് സീയിലേക്ക് വീഴോ കടലിലേക്ക് വീഴോ, ചുറ്റും കടലാണ്, അപ്പോൾ വീഴുമെന്ന്. പക്ഷേ എന്ത് പേടിച്ചാലും പക്ഷികളായ പറന്നേ പറ്റുള്ളൂ. അവർക്ക് ഇനി ജീവിക്കണമെങ്കിൽ അവർക്ക് പറക്കാൻ പഠിക്കണം. അപ്പോൾ ഇതിന് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെ അവരെ പേരൻസ് എന്ത് ചെയ്യും, കുറേ വഴക്ക് പറഞ്ഞ് നോക്കി, മോട്ടിവേറ്റ് ചെയ്ത് നോക്കി. അതേപോലെ തന്നെ ഒരുപാട് ചെയ്തിട്ടും അവനെന്ത് ചെയ്യില്ല, പറക്കാൻ തയ്യാറായില്ല. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്യോ, അവർ എല്ലാവരും മാറി കടലിൻ്റെ അപ്പുറത്ത് പറന്ന് കടലിൻ്റെ അപ്പുറത്തേക്ക് അവരുടെ താമസം മാറ്റി. അപ്പോൾ ഇവനെ ഇവിടെ തനിച്ചാക്കി. എന്നിട്ട് ഇവനെ എന്ത് ചെയ്യും, പട്ടിണിക്കിട്ട്. അപ്പോൾ ഇവന് കുറേ ദിവസം അവൻ്റെ ഷെല്ലും അവനും വിരിഞ്ഞ് വന്ന എഗ്ഗ് മുട്ട പൊട്ടിയിട്ടുണ്ടായിരുന്ന ഷെല്ലും അതിൻ്റെ പാർട്ട് ഇതൊക്കെ കഴിച്ചിട്ട് അവനെ തന്നെ തിന്നുന്ന പോലെയൊക്കെ ആയിട്ടും അവനെന്ത് ചെയ്യുക, അവിടെ ജീവിക്കാനിങ്ങനെ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഭയങ്കര വിശപ്പായിരുന്നു. ഇവനെ ഒറ്റയ്ക്കാക്കിയിട്ടിട്ട് അവരെല്ലാവരും പോയി. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്ത്, ഇവനെ കണ്ടിട്ട് ഇവൻ്റെ അമ്മ എന്ത് ചെയ്തു, ഒരു മീനിനെ കൊത്തിയിട്ട് കടലിൽ നിന്ന് ഇവൻ്റെ അടുത്തേക്ക് പാറി വന്ന് ഇവനെ അത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇവനാണെങ്കിലോ അത് കണ്ടിട്ട് ഭയങ്കര കഴിക്കാൻ വേണ്ടിയിട്ട്, കാരണം അത്രയ്ക്ക് വിശപ്പായിരുന്നു. അപ്പം ഇവൻ്റെ തൊട്ടടുത്ത് വന്നിട്ട് എന്ത് ചെയ്യും, ഇവൻ്റെ കൂട്ടിലേക്ക് ഇവന് കൊടുത്തില്ല സാധനം. അമ്മ അവിടെ നിന്നിട്ട് പറന്നിട്ട് ആ മീനേറ്റ് ഇങ്ങനെ കാണിച്ചു. അപ്പം ഇവനെന്ത് ചെയ്യും, ആ വിശപ്പോണ്ട് ആ മീൻ കിട്ടാൻ വേണ്ടിയിട്ട് കുതിച്ചു. അപ്പം എന്ത് ചെയ്യും, അതുവഴി അവനെന്ത് ചെയ്യും, അവൻ്റെ ബാലൻസ് അപ്പോൾ അവന് പറക്കാൻ ആ പുറത്തേക്ക് ചാടിയപ്പോഴേക്കും അവന് വീഴാൻ പോയപ്പോഴേക്കും അവന് ആ ബാലൻസ് കിട്ടി പറക്കാനുള്ള. അങ്ങനെ അവനെന്ത് ചെയ്യും, പറന്നു. പിന്നെ അവന് കോൺഫിഡൻസ് കിട്ടി, അവനെന്ത് ചെയ്തു, നന്നായി പറക്കാൻ സാധിച്ചു. അപ്പോൾ ഇതാണ് ചുരുക്കി പറഞ്ഞാൽ ഈ സ്റ്റോറി. അപ്പോൾ ഇനി എന്താ ഇംഗ്ലീഷിൽ അതിൻ്റെ അതൊന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇറ്റ് നെറേറ്റ്സ് ദ സ്ട്രഗിൾ ഓഫ് എ യങ് സീഗിൾ ഹൂ ഈസ് ടു അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അപ്പോൾ ഇതൊരു യങ് സീഗിളിൻ്റെ കഥയാണ്. അത് ഭയങ്കരമായിട്ട് എങ്ങനെയാണ്, അതിന് ഭയങ്കര പേടിയായിരുന്നു. ഇറ്റ് നെറേറ്റ് ദ സ്ട്രഗിൾ, അതിൻ്റെ സ്ട്രഗിളാണ് അത്, അതിന് ഉണ്ടായ പ്രശ്നങ്ങളാണ് ഈ കഥ എന്തെങ്കിലും ഡിസ്കസ് ചെയ്യുന്നത്. യങ് സീഗിൾ ഹൂ ഈസ് ടു അഫ്രൈഡ് ടു മേക്ക് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. ആദ്യമായിട്ട് പറക്കാൻ അതിന് ഭയങ്കര പേടിയായിരുന്നു. ഈവൻ ദോ ഹിസ് സിബ്ലിങ്സ് ഹാവ് ഓൾറെഡി മാസ്റ്റേർഡ് ദ സ്കിൽ. അവൻ്റെ സിബ്ലിങ്സ്, അതായത് സിസ്റ്ററും ബ്രദറും സഹോദരങ്ങളൊക്കെ ഓൾറെഡി മാസ്റ്റേർഡ് ദ സ്കിൽ. അവർ ഓൾറെഡി അതിൽ പെർഫെക്റ്റ് ആയി പറക്കാനുള്ളത്. പക്ഷേ ഇവന് ഭയങ്കര പേടിയായിരുന്നു. ഹിസ് ഫിയർ കംസ് ഫ്രം ഡൗട്ടിങ് ഹിസ് ഓൺ എബിലിറ്റി. ഇവൻ എന്തുകൊണ്ടാണ് ഫിയർ വന്നത്, അവൻ്റെ കഴിവിനെ തന്നെ സംശയിച്ചു. ഡൗട്ടിങ് ഹിസ് ഓൺ എബിലിറ്റി വെച്ചാൽ കഴിവ്. ആൻഡ് അങ്ങനെ ഇമാജിൻ ചെയ്യാണ് ദ ഡേഞ്ചർ ഓഫ് ഫാളിങ് ഇൻ ടു ദ സീ. അതുപോലെ തന്നെ അവൻ്റെ ടെൻഷൻ എന്തായിരുന്നു വെച്ചാൽ, അവൻ പറന്നു കഴിഞ്ഞാൽ അവൻ ആ കടലിലേക്ക് വീഴുമോ, അവന് പറക്കാൻ സാധിക്കുമോ, അവനിൽ തന്നെ വിശ്വാസം ഇല്ലായിരുന്നു. അങ്ങനെയായിരുന്നു. ദ ഓദർ പെയിൻറ്റ്സ് എ വിവിഡ് പിക്ചർ ഓഫ് ദ സെറ്റിംഗ്. ഇത് ഓദർ എന്ത് ചെയ്യാണ്, അവിടുത്തെ സെറ്റിങ്ങിനെ കുറിച്ചിട്ട് ഭയങ്കര ഒരു പിക്ചർ നമുക്ക് ഒരു കണ്ട പോലെ ഫീൽ ചെയ്യും. അങ്ങനെയാണ് ഓദർ അതിലുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് വർണ്ണിച്ച് തന്നിട്ടുള്ളത്. ദ ഹൈ ക്ലിഫ് അതായത് കടലിൻ്റെ അറ്റത്തുള്ള ഭയങ്കരമായിട്ടുള്ള ആ വലിയ ക്ലിഫ്, അവിടെയാണ് ഇവർ താമസിക്കുന്നത്. പിന്നെ അതേപോലെ ദ വാസ്റ്റ് ഗ്രീൻ സീ,
ആ കടലിനെ കുറിച്ച്, അതുപോലെ ദ വാംത്ത് ഓഫ് ദ സൺ, സൂര്യൻ്റെ ചൂട്, അതേപോലെ തന്നെ ദ ബേർഡ്സ് ഇമോഷൻസ്, നമ്മുടെ പക്ഷിയുടെ ഇമോഷൻസ്, ഫ്രം ഫിയർ ആൻഡ് ഹങ്കർ ടു ഫിയറിൽ നിന്ന് പിന്നെ വിശപ്പ്, ഹങ്കർ ടു എക്സൈറ്റ്മെൻറ്റ് ആൻഡ് കോൺഫിഡൻസ്, പിന്നെ എക്സൈറ്റ്മെൻറ്റും അതേപോലെ തന്നെ അവൻ്റെ കോൺഫിഡൻസും ആർ ഡിസ്ക്രൈബ്ഡ് ത്രൂ ക്ലിയർ എക്സ്പ്രഷൻ സച്ചസ് മാഡൻഡ് ബൈ ഹങ്കർ. അവൻ്റെ വിശപ്പിനെ വിശേഷിപ്പിച്ചതാണ്, അവന് വിശപ്പ് കൊണ്ട് ഭ്രാന്ത് പിടിച്ചു. അതേപോലെ തന്നെ മോൺസ്ട്രസ് ടെറർ സീസ്ഡ് ഹിം, അത് അത്രയും അതിലൂടെ പറയുന്നതെന്ന് വെച്ചാൽ അവൻ്റെ അത്രയുള്ള പേടിയാണ് അതെന്ത് ചെയ്യുന്നത്, എക്സ്പ്രസ് ചെയ്യുന്നത്. അതേപോലെ അട്ടേഡ് എ ജോയസ് സ്ക്രീം, അതേപോലെ തന്നെ അവന് പറന്നു കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള സന്തോഷം. ഇതൊക്കെ അതിൽ ഉപയോഗിച്ച എക്സ്പ്രഷൻസാണ് ടെക്സ്റ്റിലെ ഈ ഇതിട്ട് തന്നിട്ടുള്ളത്. ഇപ്പോൾ ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിലിട്ടത് എന്ത് ചെയ്യുക, ഈ ടേമൊക്കെ നമ്മൾ ആൻസറിൽ ഉൾപ്പെടുത്തുമ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യും, നിങ്ങളുടെ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ്. ദിസ് ബ്രിങ് ദ സ്റ്റോറി അലൈവ് ഫോർ ദ റീഡർ. അപ്പോൾ ഇങ്ങനെയുള്ള എക്സ്പ്രഷൻസൊക്കെ ഈ പാഠം വായിക്കാൻ നമ്മുടെ കൂടുതൽ ഇമ്പ്രസ് ചെയ്യിപ്പിക്കും, നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും, ഭയങ്കര അലൈവ് ആയിരിക്കും, ഈ സ്റ്റോറി വായിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കും. ദ പ്ലോട്ട് റീച്ചസ് ഇറ്റ്സ് ടേണിംഗ് പോയിൻറ്റ് വെൻ ദ യങ് bird's mother tempts him with the food but stops within sight. ഈ ദ പ്ലോട്ട് റീച്ചസ് ഇറ്റ്സ് ടേണിംഗ് പോയിൻറ്റ്, അങ്ങനെ ഈ കഥ അതിൻ്റെ ടേണിംഗ് പോയിൻറ്റിലേക്ക് എത്തുകയാണ്. എപ്പോഴും യങ് ബേർഡ്സിൻ്റെ മദർ, സീഗിളിൻ്റെ മദർ വന്നിട്ട് ഫുഡ് കാണിച്ചിട്ട് ഇവനെ ആകർഷിക്കുകയാണ്. ടെംപ്റ്റ് വിത്ത് ഫുഡ് ബട്ട് സ്റ്റോപ്സ് വിത്തിൻ സൈറ്റ്, പക്ഷെ അവൻ്റെ തൊട്ടടുത്ത് പോകണ്ടോ ഇല്ല, അവനെ കാണുന്ന രീതിയിലാണ് ആകർഷിക്കുന്നത്. ഹങ്കർ ഫോഴ്സസ് ഹിം ടു ലീപ്പ്, അപ്പം അവൻ്റെ വിശപ്പ് അവനെ കുതിക്കാൻ വേണ്ടിയിട്ട് ഫോഴ്സ് ചെയ്തു. വിച്ച് ടേൺസ് ഇൻ ടു ഹിസ് ഫസ്റ്റ് സക്സസ്ഫുൾ ഫ്ലൈറ്റ്, അത് അങ്ങനെയാണ് അവൻ ആദ്യമായിട്ട് എങ്ങനത്തെ ഇത് പറഞ്ഞത്. ദിസ് മൊമെൻറ്റ് ട്രാൻസ്ഫോംസ് ഈസ് ഫിയർ ഇൻ ടു ജോയ്, അങ്ങനെ അവൻ്റെ പേടി എന്തായി, ആഹ്ലാദമായി മാറും. ഹീ ഡിസ്കവേഴ്സ് ദ ത്രിൽ ഓഫ് ഫ്ലൈയിങ്, അങ്ങനെ അവന് മനസ്സിലാവുന്നു ഈ ത്രില്ല്, പറക്കുന്നതിലുള്ള ത്രില്ല്. ആൻഡ് ജോയിൻസ് ഹിസ് ഫാമിലി ഇൻ ദ എയർ ആൻഡ് ഓൺ ദ സീ, അങ്ങനെ അവനും അവൻ്റെ ഒപ്പം ഫാമിലിയോടൊപ്പം കടലിൻ്റെ മുകളിൽ പറക്കാൻ കൂടുന്നു. ദ മെയിൻ മെസ്സേജ് ഓഫ് ദ സ്റ്റോറി ഈസ് ഈ സ്റ്റോറിയുടെ മെയിൻ മെസ്സേജ് എന്താണെന്ന് വെച്ചാൽ, കറേജ് കംസ് വെൻ വി ഫേസ് അവർ ഫിയേഴ്സ്, നമ്മൾ നമ്മുടെ പേടി ഓവർകം ചെയ്യുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക, കറേജ് ഉണ്ടാവുക. ആൻഡ് സം ടൈംസ് ഡിഫിക്കൽട്ടീസ് ആർ നെസസറി ടു ബ്രിങ് ഔട്ട് അവർ ഹിഡൻ പൊട്ടൻഷ്യൽ. അപ്പോൾ ചില സമയത്ത് നമുക്ക് പ്രശ്നങ്ങൾ വേണം, പ്രയാസങ്ങൾ വേണം, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന കഴിവ് പുറത്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവനെ പേടി വന്നാൽ പോലും അവൻ്റെ കഴിവ് പുറത്തെടുക്കാൻ പറ്റിയല്ലോ ഫൈനലി. ഇറ്റ് ഓൾസോ ഷോസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഗൈഡൻസ് ആൻഡ് എൻകറേജ്മെൻറ്റ് ഫ്രം ഫാമിലി. അതേപോലെ തന്നെ ഇതിൽ പ്രധാന ഒരു കാര്യമാണ് നമ്മുടെ ഫാമിലിയുടെ ഗൈഡൻസ്, നമുക്ക് കിട്ടുന്ന ഗൈഡൻസും അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടും. ഇതിൻ്റെ മദർ സീഗിളാണ് അവനെ അങ്ങനെ ഫുഡ് കാണിട്ട്, അമ്മ സീഗിളിനെ അറിയാം, അവരെ ആദ്യം മോട്ടിവേറ്റ് ചെയ്ത് നോക്കി, അതേപോലെ തന്നെ അവനെന്ത് ചെയ്യും, ഭീഷണിപ്പെടുത്തി നോക്കി. ഒടുവിൽ പിന്നെ അവർ പുറത്ത് പോയത് അവനെ ഇഷ്ടമല്ലാഞ്ഞിട്ടാണ്, അവനെ ഉപേക്ഷിച്ചിട്ട് വേറെ സ്ഥലം മാറ്റിയത്, കാരണം അവന് പറക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഫാമിലിക്കൊരു ഇമ്പോർട്ടൻറ്റ് റോളുണ്ട് ഒരാൾ സക്സസ് ആവുന്നതിൽ. ഓവറാൾ ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് ഈസ് എ ബ്യൂട്ടിഫുള്ളി റിട്ടൺ ആൻഡ് മോട്ടിവേഷണൽ സ്റ്റോറി ദാറ്റ് ടീച്ചേഴ്സ് അസ് ടു ടേക്ക് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അവർ ഗോൾസ്. അപ്പോൾ ഈ കഥ ഒരു മോട്ടിവേഷണൽ സ്റ്റോറിയാണ്. ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ വെച്ചാൽ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ടുവേർഡ്സ് അവർ ഗോൾ, നോ മാറ്റർ ഹൗ അഫ്രേഡ് വി ഫീൽ. നമുക്ക് എത്ര പേടി തോന്നിയാലും നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്തൊരു കാര്യം ചെയ്യുന്നതിന് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എടുക്കണം. അതിലുള്ള മോട്ടിവേഷനാണ് നമ്മൾ ഇത് തരുന്നത്. നമ്മൾ ചിലപ്പോൾ പരാജയപ്പെട്ടേക്കാം, പക്ഷേ പെടാതെയും ഇരിക്കാം. അപ്പോൾ അതാണ് എന്തെന്ന് പറഞ്ഞത്, ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ന സ്റ്റോറി. ഇനി ഇതിൻ്റെ കൂടെ കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. ഡു യു ബിലീവ് ദാറ്റ് യു ക്യാൻ ഓൾസോ ഫ്ലൈ ഹൈ ഇൻ യുവർ ലൈഫ്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നിങ്ങൾക്കും പറക്കാൻ സാധിക്കും നിങ്ങളുടെ ലൈഫിൽ? യെസ്, ഐ ബിലീവ് ഐ ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഇഫ് ഐ വർക്ക് ഹാർഡ്. നമ്മൾ നന്നായി പരിശ്രമിക്കുകയാണെങ്കിൽ നമുക്കും എന്ത് ചെയ്യാം, നമ്മുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് സാധിക്കും. കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ ക്യാൻ ഹെൽപ്പ്
ടു റീച്ച് അവർ ഗോൾ. നമ്മുടെ ഗോൾ നേടാൻ നമുക്ക് എന്തൊക്കെ സഹായിക്കും? കോൺഫിഡൻസ് ആൻഡ് ഡിറ്റർമിനേഷൻ വേണം. വാട്ട് സോർട്ട് ഓഫ് സപ്പോർട്ട് ഡു യു എക്സ്പെക്റ്റ് ഫ്രം യുവർ ഫാമിലി? നിങ്ങൾ എന്ത് സപ്പോർട്ടാണ് നിങ്ങളുടെ ഫാമിലിയിൽ നിന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അതെന്താണ്? എൻകറേജ്മെൻറ്റ്, അതേപോലെ തന്നെ മോട്ടിവേഷൻ ഡ്യൂറിങ് ഡിഫിക്കൽട്ട് ടൈംസ്. നമുക്ക് പ്രയാസമുള്ള സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? നമ്മളെ ഒരാളെ എൻകറേജ് ചെയ്യണം, അതുപോലെ നമുക്ക് മോട്ടിവേഷൻ നൽകണം. അതുപോലെ തന്നെ ഗൈഡൻസ് ആൻഡ് അഡ്വൈസ് ഇൻ മേക്കിംഗ് ദ റൈറ്റ് ചോയ്സസ്. അതുപോലെ തന്നെ നമുക്ക് ഗൈഡൻസ് വേണം, അതേപോലെ തന്നെ ഉപദേശം വേണം, അഡ്വൈസ് വേണം, നമ്മൾ ഒരു റൈറ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിലും, അതേപോലെ തന്നെ മേക്കിംഗ് ദ റൈറ്റ് ചോയ്സസ്. ഇമോഷണൽ സപ്പോർട്ട് ആൻഡ് ട്രസ്റ്റ് ഇൻ മൈ എബിലിറ്റീസ്. അതേപോലെ തന്നെ അവർ നമ്മളെ സപ്പോർട്ടും ചെയ്യണം, ഒരു ഇമോഷണലായിട്ട് സപ്പോർട്ടും ചെയ്യണം, അതേപോലെ തന്നെ അവർ നമ്മുടെ കഴിവിൽ വിശ്വസിക്കുകയും വേണം നമ്മുടെ ഫാമിലി. ക്യാൻ ദർ സപ്പോർട്ട് എലോൺ ഹെൽപ്പ് യു ടു ഫുൾഫില്ലിങ് യുവർ അംബിഷൻ? വെറും അവരുടെ സപ്പോർട്ട് ഉണ്ടായാൽ നമുക്ക് വിജയിക്കാൻ സാധിക്കുമോ? നോ. ഫാമിലി സപ്പോർട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ് ബട്ട് നോട്ട് ഇനഫ് ഓൺ ഇറ്റ്സ് ഓൺ. അത് മാത്രം ഉണ്ടായാൽ പോരാ. മൈ ഓൺ എഫേർട്ട്, ഡെഡിക്കേഷൻ ആൻഡ് സ്കിൽസ് ആർ ഓൾസോ നെസസറി. നമ്മുടേതായ എഫേർട്ട് വേണം, ഡെഡിക്കേഷൻ വേണം, സ്കിൽസ് വേണം. ഇങ്ങനെയുള്ള പോയിൻറ്റ്സൊക്കെ ഓർത്ത് വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴും എസ്സേയിലൊക്കെ ഉൾപ്പെടുത്താൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ ചെയ്യുന്നത്. ഇതൊക്കെ ജസ്റ്റ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് ചെയ്യണം വരുള്ളൂ നിങ്ങൾക്ക്. ഇനി റിക്വയർമെൻറ്റ് ടു അറ്റൈൻ സക്സസ് ഇൻ ലൈഫ്. നമുക്ക് എന്തൊക്കെ വേണം ഒരു സക്സസ്ഫുൾ ആവാൻ? നമുക്ക് ഹാർഡ് വർക്ക് വേണം, അതേപോലെ തന്നെ സെൽഫ് കോൺഫിഡൻസും കറേജും വേണം, ഗുഡ് പ്ലാനിങ് വേണം, നന്നായി പ്ലാൻ ചെയ്യാൻ അറിയണം, അതുപോലെ ടൈം മാനേജ്മെൻറ്റ് അറിയണം. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ് ലേണിംഗ് ഫ്രം മിസ്റ്റേക്സ്. നമ്മൾ തെറ്റിൽ നമ്മൾ പഠിക്കണം. പിന്നെ അതേപോലെ തന്നെ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ആൻഡ് പെർസീവറൻസ്. നമുക്ക് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡും വേണം, അതുപോലെ തന്നെ ഉത്സാഹവും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നിന്ന്. അപ്പോൾ ഇതുപോലെ റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും വന്നാലും എന്ത് വന്നാലും നമ്മൾ എന്ത് ചെയ്യുക? ഈ പാഠത്തുനിന്ന് വന്നാൽ ഈ പാഠവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ആൻസർ ചെയ്യുക. അപ്പോൾ എന്ത് ചെയ്യുക? നമുക്ക് എഴുതാൻ കിട്ടുന്നില്ലെങ്കിൽ ഈ സ്റ്റോറിയൊക്കെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ ഈ സ്റ്റോറി ജസ്റ്റ് പഠിച്ചാൽ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് കുറച്ച് മോട്ടിവേഷനായിട്ട് അവർക്ക് നമ്മൾ എഴുതുന്നതിൽ കൊടുക്കണം. അപ്പോൾ എസ്സേ വരുമ്പോഴൊക്കെ മിക്കതും നമ്മൾ എന്ത് ചെയ്യുന്നത്? നേരെ ഈ സ്റ്റോറിയെക്കുറിച്ച് അങ്ങോട്ട് എഴുതുക, ഉദാഹരണമായിട്ട് പറഞ്ഞുകൊണ്ട്. ഇപ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ പറഞ്ഞാലും ഈ സ്റ്റോറീനെ ബേസ് ചെയ്തിട്ട് കത്തെഴുതാൻ പറഞ്ഞ് ഈ സ്റ്റോറി ഞാൻ വായിച്ചിരുന്നു എന്ന് പറഞ്ഞിട്ട് ഈ സ്റ്റോറീൻ്റെ കഥ ചുരുക്കി പറഞ്ഞു കൊടുക്കുക. അതേപോലെ തന്നെ ഇമെയിലാണെങ്കിൽ അങ്ങനത്തേലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? ഉൾപ്പെടുത്താൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇത്.